ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മാംഗോ ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാകേഷേട്ടൻ ഇന്ന് 1 കിലോ മാങ്ങ വാങ്ങിച്ചുകൊണ്ട് കേട്ടോ. പഴുത്തതാണ്, അത്ര മധുരമൊന്നുമില്ല, ഇപ്പോൾ ഓഫ് സീസൺ ആണല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാങ്ങ, പിന്നെ ആപ്പിള് ഒരെണ്ണം ഇടാമെന്ന് വിചാരിച്ചു. ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പരീക്ഷണം. 3 മാങ്ങ, 1 കിലോ മാങ്ങയാണത്. പിന്നെ പാല് 1 ബൗള്, പിന്നെ ഒരു ചെറിയ ബൗൾ പഞ്ചസാര, പിന്നെ അതേ സിയാ സീഡ്, ഏലക്കായ, ഒരു കഷ്ണം ഇഞ്ചി. ഇത്ര സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ. ഇനി മാങ്ങ നല്ല പോലെ തൊലി ചെത്തിയിട്ട് എന്താ പറയുക, മിക്സിയുടെ ജാറിൽ ഇതെല്ലാം ഒന്ന് അടിച്ചെടുക്കുക. പിന്നെ മാങ്ങ തൊലി ചെത്തി, ആപ്പിൾ തൊലി ചെത്തി ഇട്ടു. ഇനി അതിലേക്ക് ഇതേ പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ അത് എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇഞ്ചി ദഹനത്തിനൊക്കെ നല്ലതല്ലേ. പിന്നെ ഒരു പച്ചമാങ്ങ ജ്യൂസൊക്കെ അടിക്കുന്ന ടേസ്റ്റ് വരില്ല വെച്ചിട്ട് പിന്നെ അതേ ബാക്കി ആ പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഫൈനലി നമ്മുടെ ജ്യൂസ് റെഡിയായി. ഇതിൽ സിയാ സീഡ് ഇട്ട് കൊടുത്തതില്ലേ, ശരീരത്തിന് നല്ലതല്ലെന്ന് വിചാരിച്ചിട്ടാണ്. ടേസ്റ്റ് പ്രത്യേകിച്ച് വലിയതൊന്നും ഉണ്ടാവില്ല, നമ്മുടെ മാങ്ങയുടെ ജ്യൂസിൻ്റെ ആ ടേസ്റ്റ് പ്ലസ് ഈ സിയാ സീഡ് നമ്മുടെ ശരീരത്തിൽ ചെല്ലണത് തടി കുറയ്ക്കാനൊക്കെ നല്ലതെന്ന് പറയുന്ന കാരണം ഞാൻ ഇട്ടു എന്നുള്ളൂ കേട്ടോ. ജ്യൂസ് കുടിച്ച് നോക്കി, ആപ്പിൾ ഇട്ടിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇത് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ അമ്മ കുറേ നാളായിട്ട് ചോദിക്കും, മോളെ നീ പാചകം ചെയ്തിട്ടൊന്നും ഇടുന്നു കാണുന്നില്ലല്ലോ. അപ്പോൾ ഒന്നാമത് സമയം കിട്ടാറില്ല. എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ ഇന്നലെ സയൻസ് എക്സിബിഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഭയങ്കര ബിസിയായിരുന്നു. ഫുൾ ഡേ ഇന്നലെ സ്കൂളിൽ തന്നെയായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അത് കാരണം ഒന്നും ഉണ്ടാക്കാനും പിടിക്കാനും ഇടാനും അല്ലെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും നേരം കിട്ടാറില്ല. ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ വീഡിയോ എടുക്കാനും നേരം കിട്ടാറില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഈ മാംഗോ ജ്യൂസ്, മാംഗോ പ്ലസ് ആപ്പിൾ ജ്യൂസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യം വന്നില്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയ്ക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. See you again. Bye bye.